ഹലോ. ഹലോ. ആകെ അന്ധകാരമാണല്ലോ. ഓമന ചേച്ചിയാണോ? എന്താണ് അന്ധകാരത്തിലിരിക്കണേ? 10 ലക്ഷം ബോച്ചേട്ടി ലക്കി ഡ്രോയിൽ അടിച്ചിരിക്കുമ്പോ എങ്ങനെ ഈ അന്ധകാരത്തിലിരിക്കാൻ പറ്റണേ? തമസൊക്കെ പോയി, അന്ധകാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നല്ല സമയമാണ്, നല്ല കാലമാണ്. എന്നെ മനസ്സിലായോ? അതെയോ? ഓക്കെ ഓക്കെ. ഞാനേ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു, ദുബായിലും ജപ്പാനിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാ വിളിക്കാൻ പറ്റാഞ്ഞ്. അപ്പൊ ഓമന ചേച്ചിക്ക് 10 ലക്ഷം രൂപ അടിച്ച് ലക്ഷാധിപതി ആയിരിക്കാണ്. എവിടുന്നാ വാങ്ങിയ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ഒക്കെ എവിടുന്ന് കിട്ടി? ലീലാമ്മ ടീച്ചറുടെ അടുത്തുണ്ട്. ഓക്കെ. നമ്മുടെ തോമസ് അടുത്തുണ്ട്. തോമസ് ടീം എന്നല്ലേ? ലീലാമ്മ ടീച്ചറെ ഫിജിക്കാട്ടിലാണോ? അപ്പൊ ഇത് ആദ്യമായിട്ട് വാങ്ങുകയാണോ? ആദ്യത്തേനെ അടിച്ചോ? അമ്മേ, ഭയങ്കര ഭാഗ്യാണല്ലോ. തെളിഞ്ഞിരിക്ക. ഫിജിക്കാട്ടിലൂടെ നിങ്ങളുടെ രാശി തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്താണ് ബുദ്ധിമുട്ട്? എന്തിന്റെ ബുദ്ധിമുട്ടാണ്? എന്താ ചെയ്യണ ഓമനേച്ചി? എവിടെയാ കൂലിപ്പണി? എത്ര കൂലി കിട്ടും ഒരു ദിവസം? 500 രൂപ. അപ്പൊ എത്ര വയസ്സായി? അയ്യോ, ഈ വയസ്സിലാണോ കൂലിപ്പണിക്കൊക്കെ പോണേ? ആരോഗ്യമുണ്ടോ? അപ്പൊ ഇനി കൂലിപ്പണിക്കൊന്നും പോണ്ട. ബാങ്കിലിട്ടിട്ടേ സുഖമായിട്ട് ജീവിക്കാം, പലിശയൊക്കെ വാങ്ങി. അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബോച്ചെ പാർട്ട്ണർ ഷോപ്പുകൾ വരുന്നുണ്ട്, ഫ്രാഞ്ചൈസി. അതിൽ എന്റെ പാർട്ട്ണർ ആയിക്കോ. ബോച്ചെ പാർട്ട്ണർ ഇൻ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. മാസം നല്ലൊരു എമൗണ്ട് കിട്ടും. സുഖമായിട്ട് ജീവിക്കുക ഇഷ്ടകാലം. മാത്രമല്ല ബോച്ചയുടെ പ്രസ്റ്റീജിയസ് പാർട്ട്ണർ ആവാം. കുറെ കാലം കഷ്ടപ്പെട്ടതല്ലേ കൂലിപ്പണിയായിട്ട്. നമുക്ക് സ്വർണ്ണപ്പണിയായിട്ട് മുമ്പോട്ട് പോവാം. സ്വർണ്ണപ്പണിയല്ല, സ്വർണ്ണ കച്ചവടമായിട്ട് മുമ്പോട്ട് പോവാം. ആവശ്യത്തിന് കാശും ആവശ്യത്തിൽ കൂടുതൽ പ്രസ്റ്റീജും. എന്റെ പാർട്ട്ണറല്ലേ? അല്ലെങ്കിൽ ഒരു ബോച്ചേട്ടി ഫ്രാഞ്ചൈസി ഇട്ട് തരാം ഏട്ടാ. അത് ഇവിടെ തോമസ് ഉണ്ട്. തോമസിനോട് സംസാരിച്ചോളൂ. തോമസ് വേണ്ട പോലെയൊക്കെ ആക്കി തരും. തോമസ് വഴിയാണ് ഫിജിക്കാട്ടില് ലീലാമ്മ ടീച്ചർ വഴി എത്താൻ കാരണം. ലീഡർ ഇവിടെയാണ് ഇരിക്കുന്നത്, തലപ്പത്ത്. ഇതുവരെ കാണാത്ത ബന്ധക്കാരും കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് പലരും പറയുന്നത്. ഈ 10, 25 അടിക്കുമ്പോഴേ ഇതുവരെ ഇല്ലാത്ത ബന്ധക്കാരും കൂട്ടുകാരൊക്കെ വരണതാണെന്ന് പറയുന്നത്. എന്തൊരു സ്നേഹം. അപ്പൊ ഇനി സന്തോഷായിട്ടിരിക്കും. ശിഷ്ടകാലം കൂലിപ്പണിക്കൊന്നും പോണ്ട. ഇനി കൂടെ ആരാ? ഭർത്താവാണ്. നോക്കട്ടെ, കാണാനില്ലല്ലോ. എന്റെ അമ്മേ, കട്ട മീശയുള്ള പോലീസിലായിരുന്ന? തലയിലുള്ള മുടിയും മീശ. ശ്വാസം മുട്ടിലാണോ? ശരി. ചികിത്സക്ക് മുട്ടിലൊക്കെ നിക്കട്ടെ. ഇനി നല്ല ചികിത്സയൊക്കെ നേടൂ. ഒരു മുട്ടലുണ്ടാവാൻ പാടില്ല ഇനിയോട്ട്. ശ്വാസം മുട്ടലിന് നല്ല ചികിത്സയുണ്ട്. ഞാൻ അതിന്റെ നമ്പറും പേരൊക്കെ അയച്ചുതരാം. നല്ലൊരു ആയുർവേദമാണോ ഒരു ഡോക്ടറുണ്ട്, നല്ല ആശ്വാസം. അയച്ചുതരാം കേട്ടോ. അവിടെ പോയി ഒരാഴ്ച പോയി താമസിച്ച് ട്രീറ്റ്മെന്റ് എടുത്തോളൂ. മക്കളെത്രയാ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ? ഇടുക്കിയല്ലേ സ്ഥലം? തോമസ് പറഞ്ഞു ഇങ്ങനെ ഇടുക്കിയാണ് എന്ന്. തോമസ് നിങ്ങൾക്ക് സ്വീകരണം തരാനൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചു. പക്ഷെ നാളെ എത്തിപ്പെടാൻ പറ്റത്തില്ല. മറ്റൊരു ദിവസം ഇടുക്കിയിൽ വരുമ്പോ ഞാൻ വരാം. ഇടുക്കിയിൽ ഒരു 5-6 ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ നമ്മളെ കാണാം കേട്ടോ. അപ്പോ ഫിജിക്കാട്ട് ലക്ഷപ്രഭു
ഓക്കെ. തോമസിന് എന്താ പറയാനുള്ളത്? ഓമന ചേച്ചി, എന്തോ ഞങ്ങള് മാൻ പവർ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നാളെ കട്ടപ്പന റോട്ടറി ക്ലബില് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചിയും ചേട്ടനും വരണം. ഒരു ആദരവൊക്കെ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ലീലാമ്മ ടീച്ചറും ഷീബമ്മയുടെ ഒക്കെ വന്ന് ഡോക്ടർ ക്രിസ്റ്റിയൊക്കെ വന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ നാളെ എന്തായാലും നമുക്ക് നേരിട്ട് കാണാം 10 മണിക്ക് റോട്ടറി ക്ലബില് കട്ടപ്പന. എന്താ അടിപൊളിയാക്കാം നമുക്ക്. ഓക്കെ, ശരി. തോമസ് പൊന്നാടൊക്കെ ഇടിച്ച് മാർക്കറ്റിംഗ് ഒക്കെ നടത്തി ഓമന ചേച്ചിയെ ഒരു ലീഡറാക്കി മാറ്റും മിക്കവാറും. ഓമന ചേച്ചി വഴി ഇനി അടുത്തൊരു 100 ആൾക്ക് 10 ലക്ഷം അടിപ്പിക്കും തോമസ്. അപ്പൊ ഓക്കെ, ഫിജി കാർട്ട് കുടുംബത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടല്ലേ ഫിജി കാർട്ടിൽ വന്ന് ചായപ്പൊടി വാങ്ങി, കിറ്റ് വാങ്ങി, 1500 രൂപ മുടക്കി 10 ലക്ഷം വാങ്ങി ഫിജി കാർട്ടിലൂടെ. അത് ആദ്യത്തേനെ തന്നെ അടിച്ചു. എന്താ ഭാഗ്യം. ഇനി ബാക്കി കച്ചവടം ചെയ്യാവരൊക്കെ പറഞ്ഞു തരും. പൈസ ഇല്ലായിരുന്നു, എന്നിട്ട് കുടുക്ക ഉണ്ടായിരുന്ന പൊട്ടിച്ചാണ് ഞാൻ എടുത്തത്. അമ്മേ, എടുത്തതാ. കുടുക്ക പൊട്ടിച്ചിട്ടാണ് എടുത്തേ. സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയായിരുന്നു. കുടുക്ക പൊട്ടിച്ച അതിന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് 2-3 ആഴ്ച മുന്നോട്ട് പോയിട്ട് പിന്നെ എന്റെ മനസ്സിലൊരു വിഷമം ഇത് എടുക്കണോ അന്നേരം അങ്ങനെ എടുത്തതാ. ഈ കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പൊ കുടുക്ക സൂക്ഷിച്ചു വെച്ച് പൊട്ടിച്ചത് ശരിയായ ഒരു ആവശ്യത്തിനാണ് ആ കുടുക്ക പൊട്ടിച്ചത്. അതെ, അതാണ്. പൊട്ടിച്ചത് ഇപ്പോഴും അത് ചില്ലറയൊക്കെ ആയിട്ടിരിക്കും. ഇനി വലിയൊരു കുടുക്ക വെച്ചോളൂ. ഇനി ദിവസേന ഇടാനുള്ള വഴി പറഞ്ഞുതരാം. ഫിജി കാർട്ട് വഴി ഇൻകം വരും. ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് വഴി, ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസ് വഴി 3 മാർഗത്തിൽ കൂടെ ഇനി സമ്പത്ത് വരാൻ പോണേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന, ബിസിനസ് കുടുംബത്തിലേക്ക് വന്ന പിന്നെ നിങ്ങളെ ബിസിനസ്സുകാരിയാക്കി കൊണ്ടുപോകും ചേട്ടനെയും ചേച്ചിനെയും. കേട്ടോ, താല്പര്യമല്ലേ ബിസിനസ് ചെയ്യാനായിട്ട്? അപ്പൊ രാത്രി വിളിച്ചതില് മാപ്പ്. 12 മണി കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴാണ് നേരം കിട്ടിയത്. തോന്നിവാസിയല്ലേ, തോന്നിയ നേരത്തെ വിളിക്കുക. എന്താ ചെയ്യാ. അപ്പൊ ഓക്കെ, സന്തോഷമായിട്ടിരിക്കും. ഗുഡ് നൈറ്റ്. ബൈ. ബൈ 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 ബൈ.